എന്താ ഇതിൽ കൂടുതലും നൈറ്റ് ഷൂട്ട് കുറച്ചുണ്ടായിരുന്നു. പിന്നെ പകലുണ്ടായിരുന്നു. പകൽ ഷൂട്ടുണ്ട്. പകൽ നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും നമ്മൾ വിയർത്ത് ഈ ഓട്ടവും അടിയും ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയൊക്കെ വരുമ്പോൾ നല്ല ശരീരമൊക്കെ വിയർക്കാറുണ്ട്. ഇത് കൂളാണ്. പകലൊക്കെ ഏത് സമയത്തും നമുക്ക് കൂളായിട്ട് നിന്ന് ഷൂട്ട് ചെയ്യാം. നൈറ്റ് ഷൂട്ടായിരുന്നു ദുർഘടം. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഊട്ടിയേക്കാളും കുത്തുന്ന തണുപ്പാണ് കേട്ടോ. പാതിരാത്രി കഴിഞ്ഞാൽ നമ്മൾ വെളുക്കെ ഷൂട്ടുണ്ടായിരുന്നു 6 to 6 അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത സമയത്ത് ഒരു പുലിയെ പിടിച്ചത് അവിടെ ഇട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഷൂട്ടിന് ഒരു ദിവസം നൈറ്റ് ഷൂട്ടില്ലായിരുന്നു. നമ്മൾ ഈ ഫുഡൊക്കെ എല്ലാവരും കഴിക്കുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു പുലി വന്ന് മാനിനെ അടിച്ചുകൊണ്ട് പോയി. 5000-ലേറെ മാനുണ്ട്, 4 പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, എല്ലാം ഉള്ള നല്ല രസകരമായ സ്ഥലമാണ്. എക്സ്പീരിയൻസ് ശരിക്കും നൈറ്റ് അന്ന് ഷൂട്ടുണ്ടായിരുന്നെങ്കിൽ പുലിയോട് ചോദിച്ചാൽ മതിയായിരുന്നു. അത്രയ്ക്ക് പുലി ശല്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഡയറക്ടർ മനഃപൂർവ്വം ഇവിടെ അനുരാജ് ഇവിടെ തന്നെ നമ്മളെ കൊണ്ടുവന്നു. പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത് സാധാരണ സിനിമയിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം ഈ സിനിമയിൽ കണ്ട ആൾ തന്നെ മറ്റേ സിനിമയിൽ ഇല്ലെങ്കിൽ വരുന്ന പലരെയും ഇതിൽ ഒരു 1000-ൽ പരം പുതിയ ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു വലിയ പുതുമയായിട്ട് തന്നെ തോന്നി. പിന്നെ കണ്ടില്ലേ, ഇവിടെയാണ് ഇടയ്ക്ക് ഷൂട്ടിംഗ് ചിലപ്പോൾ നിർത്തി വെക്കേണ്ടി വരും. ഇങ്ങനെ മഞ്ഞ് വന്നുകൊണ്ടിരിക്കും. എന്താ ഇപ്പോഴും മഴയൊക്കെ ഉണ്ട് കേട്ടോ, ഇടയ്ക്കൊക്കെ നല്ല മഴയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു അനുരാജ്. അദ്ദേഹത്തിനോടൊപ്പം ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തത്. നേരത്തെ ഒരു അവസരം കിട്ടിയതാണ്, പക്ഷേ എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. താങ്ക് യു അനുരാജ്. എല്ലാ ക്രൂവിനോടും എൻ്റെ താങ്ക്സ് അറിയിക്കുകയാണ്. ശരിക്കും ഇവിടുന്ന് പോകുന്നത് ഭയങ്കര വിഷമിച്ചിട്ടാണ്. കാര്യം പോകാൻ തോന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വയനാട് വന്നു കഴിഞ്ഞാൽ. അത്ര നല്ല കാലാവസ്ഥയാണ്. പാതിരാത്രി ഒന്നും ഇറങ്ങി നടക്കാനൊന്നും തോന്നില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ, സത്യം.